ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കുവാൻ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പുൽക്കൂടിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. പുൽക്കൂട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് മനോഹരമായ പുൽക്കൂടുകൾ നിർമ്മിച്ച് അതിൽ പലതും വയ്ക്കാറുണ്ട്. മാലാഖമാർ, മൃഗങ്ങൾ, നക്ഷത്രങ്ങൾ, അങ്ങനെ ഓരോന്നും. പക്ഷേ ഒരിക്കലും പുൽക്കൂടിന് വെക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? പുൽക്കൂടിന് നമ്മൾ ഒരിക്കലും വെക്കാത്ത ഒരു കാര്യം, അത് വാതിലാണ്. പുൽക്കൂടിനൊരിക്കലും വാതിലില്ല. അതിന് കാരണം ഈശോ തന്നെയാണ് വാതിലെന്നും ഈശോയാകുന്ന വാതിലിലേക്ക് ഈശോ നമ്മെ ഓരോരുത്തരെയും എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാനും വേണ്ടിയാണ് പുൽക്കൂടിന് വാതിൽ വയ്ക്കാത്തത്. പരിശുദ്ധ അമ്മയുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ സത്രങ്ങളുടെ വാതിലുകളെല്ലാം കൊട്ടി അടയ്ക്കപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ നമ്മുടെ ഹൃദയവാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം. തുറവിയുടെ വാതിലുകളായി നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോഴാണ് രക്ഷകൻ നമ്മുടെ ജീവിതങ്ങളിൽ വന്ന് പിറക്കുന്നത്. യഥാർത്ഥ വാതിലായ ഈശോയിലൂടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം യഥാർത്ഥ വാതിലായ ഈശോയെ അങ്ങാകുന്ന വാതിലിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന സുഹൃത ജപം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.